CPM-ൽ നിന്ന് ഒരു വിക്കറ്റ് കൂടി വീണു. കൊട്ടാരക്കരയിലെ മുൻ MLA ആയിഷ പൊറ്റിക്ക് പിന്നാലെ ദേവികുളം മുൻ MLA ആയിരുന്ന എസ് രാജേന്ദ്രനും CPM-നോട് ബൈ ബൈ പറഞ്ഞു. ആയിഷ പൊറ്റി കോൺഗ്രസിലാണെങ്കിൽ രാജേന്ദ്രൻ BJP-യിലാണ് അടിഞ്ഞത്. യഥാർത്ഥത്തിൽ രണ്ടുപേരെയും ശത്രുപാളയത്തിൽ എത്തിച്ചത് CPM നേതാക്കൾ തന്നെയാണ്. മറ്റാരെയും കുറ്റം പറയണ്ട. 3 വർഷം മുമ്പ് വരെ മൂന്നാറിലെ CPM-ന്റെ മുഖമായിരുന്നു 3 വട്ടം ദേവികുളം MLA-യും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന എസ് രാജേന്ദ്രൻ. ഇന്നലെ തിരുവനന്തപുരത്തെത്തി BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുക. തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളേറെയുള്ള ദേവികുളം മണ്ഡലത്തിൽ അവിടെ നിന്ന് 1.5 പതിറ്റാണ്ടോളം രാജേന്ദ്രൻ നിയമസഭാ സാമാജികനായിരുന്നു. 991 മുതൽ 3 ടൈം ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് AK മണിയെ 2006-ൽ തറപറ്റിച്ചാണ് എസ് രാജേന്ദ്രൻ ആദ്യം നിയമസഭയിലെത്തുന്നത്. 2011-ലും 2016-ലും വിജയം ആവർത്തിച്ചു. ആയിഷ പോറ്റിയും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന ശ്രീമാൻ R ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ മലർത്തിയടിച്ചാണ് ആദ്യമായി 2006-ൽ നിയമസഭയിലെത്തുന്നത്. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ. 2011-ലും 2016-ലും ഇരുവരും വിജയം ആവർത്തിച്ചു. ഇടുക്കിയിലെ കയ്യേറ്റ വിഷയത്തിലായാലും പെമ്പിളെ ഒരുമേ സമരത്തിലായാലും മാറി മാറി വരുന്ന സബ് കളക്ടറുമായി കൊമ്പ് കോർക്കുന്ന കാര്യത്തിലായാലും എപ്പോഴും രാജേന്ദ്രൻ വാർത്താക്കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. അപ്പോഴെല്ലാം പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ എസ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിയുമായി അകന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ എസ് രാജേന്ദ്രൻ കൂടുമാറ്റി BJP-യിൽ എത്തിയിരിക്കുകയാണ്. രാജേന്ദ്രൻ പാർട്ടി വിടാനുണ്ടായ സാഹചര്യങ്ങൾ പലതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി A രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജനുവരിയിൽ എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് മുതൽ രാജേന്ദ്രൻ പാർട്ടി വിടുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്ന് അത് സംഭവിച്ചില്ല. സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJP-യിൽ എത്തിയത്. BJP നേതാക്കൾ പലതവണ നേരിട്ടും ഫോണിലും ക്ഷണിച്ചെന്ന കാര്യം സ്ഥിരീകരിക്കുമ്പോഴും പാർട്ടി വിട്ടുപോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് രാജേന്ദ്രൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഒരിക്കൽ BJP-യുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയത് CPM-നെ അന്ന് പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം കോൺഗ്രസ് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാൻ പോയതാണെന്നും ഈ സന്ദർഭത്തിൽ പോയത് ഉചിതമായില്ലെന്നുമാണ് രാജേന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പാർട്ടി അംഗത്വം പുതുക്കാൻ പ്രാദേശിക നേതാക്കൾ വീട്ടിലെത്തി ഫോം കൈമാറിയിരുന്നു. എന്നാൽ സീനിയർ നേതാവായ തന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ജൂനിയർ നേതാക്കളെ വീട്ടിലേക്ക് വിട്ടതെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത്. അതിൽ പ്രതിഷേധിച്ച് അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇതിനുശേഷം സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് രാജേന്ദ്രനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, MM മണി MLA എന്നിവരാണ് മൂന്നാറിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാജേന്ദ്രനുമായി 2 മണിക്കൂറോളം ചർച്ച നടത്തി സമവായത്തിലെത്തിയത്. പിറ്റേന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുക്കുകയും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. മണ്ഡലം തല പ്രചാരണത്തിന്റെ രക്ഷാധികാരിയായി രാജേന്ദ്രനെ പ്രഖ്യാപിച്ചു. 2021-ൽ 4ാമത് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് രാജേന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുമുതലാണ് പാർട്ടിയുമായുള്ള സ്വാരസ്യം ആരംഭിക്കുന്നത്. പാർട്ടിയുടെ പൊതു മാനദണ്ഡ പ്രകാരം രാജേന്ദ്രന് ഒരവസരം കൂടി നൽകാനാകില്ലെന്നായിരുന്നു പാർട്ടി പറഞ്ഞത്. പകരം DYFI സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് A രാജയ്ക്കാണ് സീറ്റ് നൽകിയത്. രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ രാജേന്ദ്രൻ പങ്കെടുത്തുവെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ലെന്ന് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായം അന്നേ ഉണ്ടായിരുന്നു. ഒരു വേദിയിലും സ്ഥാനാർത്ഥിയായ A രാജയെ വിജയിപ്പിക്കണമെന്ന് എസ് രാജേന്ദ്രൻ പ്രസംഗിച്ചില്ല. MM മണി അടക്കമുള്ള ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും രാജയുടെ പേര് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ രാജ വിജയിച്ചെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ വോട്ട് കിട്ടിയില്ല. പ്രത്യേകിച്ച് രാജേന്ദ്രന് സ്വാധീനമുള്ള മേഖലകളിൽ ഇതോടെ വിവിധ ഘടകങ്ങളിലുള്ളവരെല്ലാം കൂട്ടമായി രാജേന്ദ്രനെതിരെ പാർട്ടിക്ക് പരാതി നൽകി. രാജേന്ദ്രൻ ഉൾപ്പെടുന്ന മറയൂരടക്കം മൂന്നാർ അടിമാലി ഏരിയ കമ്മിറ്റി അംഗങ്ങളും പരാതി ഉന്നയിച്ചു. രാജേന്ദ്രൻ ജാതി അടിസ്ഥാനത്തിൽ വിഭജനം നടത്തി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതികളിലേറെയും. അതേ തുടർന്നാണ് മുതിർന്ന നേതാക്കളായ CV വർഗീസ്, VN മോഹനൻ എന്നിവരെ അന്വേഷണ കമ്മീഷനായി ജില്ലാ കമ്മിറ്റി നിയോഗിച്ചത്. പരാതികളിൽ കഴമ്പുണ്ടെന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത കാട്ടിയില്ല, പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു, വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയൊക്കെ കമ്മീഷൻ കണ്ടെത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ബ്രാഞ്ച് മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ഒരു പാർട്ടി സമ്മേളനത്തിലും രാജേന്ദ്രൻ പങ്കെടുത്തില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MM മണിയുമായുള്ള
വാഗ്വാദങ്ങളും രാജേന്ദ്രന് ദോഷമായി. ജില്ലാ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് രാജേന്ദ്രൻ മറുപടിയും നൽകിയില്ല. തുടർന്ന് കുമളിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിലും പ്രതിനിധി സമ്മേളനത്തിലും രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. എം മണി അടക്കമുള്ള നേതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ തുറന്നു കാട്ടുന്ന എസ് രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അയച്ച കത്ത് അത് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ദിവസം പുറത്തായി. ഇത് നടപടിക്ക് ആക്കം കൂട്ടി. പിന്നാലെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമിതിക്ക് ശുപാർശ ചെയ്തു. പാർട്ടി ചിഹ്നമടക്കം നഷ്ടമാവുന്ന വളരെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യുദ്ധക്കളത്തിൽ CPM നിൽക്കുമ്പോൾ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന തരത്തിൽ പ്രചാരണം നടത്തുമ്പോൾ UDF പ്രതിരോധിക്കുന്നത് എസ് രാജേന്ദ്രന്റെ BJP ബന്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതേസമയം ഐഷ പോറ്റിയെ CPM തീർത്തും അവഗണിച്ചതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയത്. ഒരിക്കലും ഐഷ പോറ്റി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നില്ല. അവർ പാർട്ടിയെ സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയുമാണ് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ തനിക്ക് പകരം KN ബാലഗോപാലിനെ അവിടെ മത്സരിപ്പിച്ചപ്പോഴും ബാലഗോപാലിന് വേണ്ടി കൊട്ടാരക്കരയിൽ സജീവമായി പ്രവർത്തന രംഗത്ത് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഐഷ പോറ്റി. ബാലഗോപാൽ വിജയിച്ചുവെങ്കിലും ഐഷ പോറ്റിക്ക് അവസാനം കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/3 പോലും കിട്ടിയില്ല. ഇത് ബാലഗോപാലിനെ മാത്രമല്ല പല നേതാക്കളെയും അലോസരപ്പെടുത്തി. അന്നു മുതലാണ് ഐഷ പോറ്റിയെ സൈഡാക്കാൻ തുടങ്ങിയത്. ബാലഗോപാലിന് ജനം വോട്ട് ചെയ്യാതിരുന്നത് ഐഷ പോറ്റിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് അവർ വിശ്വസിച്ചു. അത് ഐഷ പോറ്റിയുടെ കുറ്റം കൊണ്ടായിരുന്നില്ല. അങ്ങനെ തീർത്തും അവഗണിച്ചപ്പോഴാണ് അവർ കോൺഗ്രസ് പാളയത്തിലെത്തിയത്. അതോടെ CPM കൊട്ടാരക്കരയിൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം കണ്ടറിയാം.